കാടിനുള്ളിലുള്ള യാത്ര അതിമനോഹരമായിട്ട് തോന്നിയത് ബന്ദിപ്പൂർ കാടിൽ എത്തിയ സമയത്താട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. 6 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഗുണ്ടൽപേട്ടിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. ഗുണ്ടൽപേട്ടിലെ ആ പൂന്തോട്ടങ്ങളൊക്കെ കാണാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. സൂര്യകാന്തി പാടമൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് പോവുക കേട്ടോ അവിടെ. അവിടുന്ന് നമ്മൾ വലത്തോട്ടുള്ള ഒരു കട്ട് റോഡ് വഴിയാണ്, അതായത് ഷോർട്ട് കട്ടാണ്, ടോൾ കൊടുക്കാതെയുള്ള ഒരു ഷോർട്ട് കട്ടിലാണ് നമ്മൾ കയറിയ കേട്ടോ. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഫുള്ള് ഷോകായിന്, റോഡ് ഇത്തിരി മോശമായിന് കേട്ടോ. ഫൈനലി ഇവിടെ എത്തിയ സമയത്ത്, അതായത് ഗോപാൽ സ്വാമി ഹിൽസ് കാണാനായിട്ട് നമ്മൾ എത്തിയ സമയത്തുള്ള ക്യൂ ആണ്. രാവിലെ 8:30ക്കുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. ആകെ സീനായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇവിടെ വേറൊരു രജിസ്ട്രേഷൻ വണ്ടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മൊത്തം കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. രാവിലെ 8:30 മുതൽ ഇവിടെ ആളുകൾ ക്യൂ ആണ് കേട്ടോ. 8 മണി മുതൽ, ചിലപ്പോൾ അതിന് മുന്നേ ആയിരിക്കും. ഓരോ ആളുകൾ 1-2 മണിക്കൂർ ക്യൂ നിന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ടിക്കറ്റ് 70 രൂപയാണ്. ഞങ്ങൾ 4 പേരുണ്ടായത് കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ക്യൂ നിന്നിട്ടുള്ള കേട്ടോ ഈ ബസ്സിലൊന്ന് കയറാനായിട്ട്. ഫൈനലി നമ്മൾ KSRTC, അതായത് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിൽ കയറിയിട്ടുള്ളത്. ഫുൾ ഓരോ ബസ്സിനും ഫുൾ ആളാണ് കേട്ടോ. അതിൽ നിന്ന് കണ്ട കാഴ്ചകളാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. എന്താ രസം എന്നറിയാം പുറമേ നിന്ന് നമ്മൾ കാണാനായിട്ട്. മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേങ്കിൽ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. വല്ലപ്പോഴും ഒരു ആനയെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലക്ക് എന്ന് പറയാം. മൃഗങ്ങളൊന്നും ഈ കാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല കാണാനായിട്ട്. പക്ഷേങ്കിൽ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത്, നിങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തിരിക്കും കേട്ടോ. അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഫൈനലി നമ്മൾ ഇവിടെ എത്തിക്കെട്ടോ. അതായത് ഗോപാൽ സ്വാമി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുള്ളത് ഈ അമ്പലത്തിലേക്ക് നമ്മൾ കയറാം കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ കയറുന്ന സമയത്ത് ക്യാമറ അലൗ ചെയ്യുന്നില്ല. മൊബൈൽ ആളുകളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മൊബൈൽ എടുത്തിട്ട് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഞാൻ പോയ സമയത്ത്, അതായത് 3-4 ദിവസം മുന്നേ പോയ സമയത്ത് അവർ മൊബൈൽ എടുക്കാം, ക്യാമറ എടുക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞിരുന്നു. ഫൈൻ 5000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ അടിപൊളി ഫീൽ ആയിട്ടോ. ചില സമയത്ത് വെച്ചാൽ ക്ലൈമറ്റ് എപ്പോൾ മാറുന്നു, എങ്ങനെ മാറുന്നു ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫുള്ള് നല്ല കോടയായിരിക്കും. ഇവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്തുള്ള ക്യൂ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ലീവുള്ള ദിവസം മാക്സിമം പോകാതിരിക്കുമെന്നേ ഞാൻ പറയൂ. കാരണം ഇത്രയ്ക്കാണ്. ഇത് മൊത്തം കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് കേട്ടോ.